ഹായ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമറിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം നമുക്കൊരു എക്സാമിനേഷൻ കഴിയാതെ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഏതെല്ലാം ഡിസ്കോഴ്സ് ആണ്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കാണുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിലും അതുപോലെ തന്നെ റെഗുലറായിട്ട് നമ്മൾ +1 കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ ഗ്രാമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്കറിയാം അതൊരു പല ആളുകൾക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. എന്നാൽ SSLC പോലെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ +1 വരുന്ന സമയത്ത് അല്ലെങ്കിൽ +2 വരുന്ന സമയത്ത് ഒരുപാട് ഗ്രാമറൊന്നും അല്ലെങ്കിൽ ഗ്രാമർ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടാവാറില്ല. ഒരു 6 ടോപ്പിക്കൊക്കെയാണ് മാക്സിമം പഠിക്കാനുണ്ടാവുക. അതിനകത്തുനിന്ന് ഒരു 3 ടോപ്പിക് എന്നൊക്കെയാണ് റെഗുലറായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കാറ്. പല വർഷങ്ങളിലായിട്ട് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കുകൾ മാറി മാറി വരാറുണ്ട്. ഓക്കെ, ഏതായാലും നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ആക്ടിവിറ്റീസിലുള്ള ആ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു 6 ടോപ്പിക്കുകൾ ഇനി മുതൽ പഠിച്ചു തുടങ്ങണം. ആദ്യത്തത് എഡിറ്റിംഗ് ആണ്. ഓക്കെ, എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എഡിറ്റിങ്ങിനകത്ത് തന്നെ നമ്മൾ കുറേ ഏരിയാസ് പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വൺ ഡേ എ മാൻ ഗോ ടു ദ മാർക്കറ്റ്, ഹി ബൈ സം വെജിറ്റബിൾസ് ആൻഡ് റിട്ടേൺ ഹോം എന്ന് പറയുന്ന ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇത് ഓൾറെഡി കഴിഞ്ഞൊരു കാലം നടന്നൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? വൺ ഡേ മാൻ വെൻ ടു ദ മാർക്കറ്റ് എന്നും അതുപോലെ ഹി ബോട്ട് സം വെജിറ്റബിൾസ് എന്നും ആൻഡ് ഹി റിട്ടേൺഡ് ഹോം എന്നും ആക്കി പറയണം. ഇത് പറഞ്ഞത് ഈ മിസ്റ്റേക്സ് 3 ഞാൻ പറഞ്ഞതെല്ലാം ഒരൊറ്റ ഏരിയ എന്ന് വന്ന ചോദ്യങ്ങളാണ്. എന്ന് വെച്ചാൽ ടെൻസുമായി റിലേറ്റഡ് ആണ്. ഏതൊക്കെ ഏരിയാസിലാണ് ഈ എഡിറ്റിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് നോക്കാം. ഒന്ന്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. നമുക്കറിയാം കോൺകോഡ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹി ഈസ് എന്നാണ് നമ്മൾ പറയുക, ഹി ആർ എന്ന് നമ്മൾ പറയില്ല അല്ലേ. അതേപോലെ ദേ ആർ എന്നാണ് പറയുക, ദേ ഈസ് എന്ന് പറയില്ല. അതുപോലെ തന്നെ ഷീ ഹാസ് എന്നും ദേ ഹാവ് എന്നുമാണ് പറയുക. ഇതാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ആ ഏരിയയിൽ ഇതും ക്വസ്റ്റ്യൻ ഉണ്ടാവും. നെക്സ്റ്റ്, ടെൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം. ടെൻസുമായി റിലേറ്റഡ് അതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ യെസ്റ്റർഡേ എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടുഡേ എന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കാണുകയാണെങ്കിൽ ഏത് ടെൻസാണ് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വേർബിനെയാണ് നിങ്ങൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ വേർബിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. വേർബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ആക്ഷൻ വേർഡ് ആണല്ലോ വേർബ് എന്ന് പറഞ്ഞാൽ. പ്ലേയിങ്, റൈറ്റിംഗ്, സ്വിമ്മിങ്, സ്ലീപ്പിംഗ് എന്നൊക്കെ പറയുന്നത്. ഇനി മറ്റൊരു ഏരിയ ആണ് ആർട്ടിക്കിൾസ്. എ ആൻഡ് ദ, ഇവ 3 നമ്മുടെ ആർട്ടിക്കിൾസ്. ഈ ഒരു ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. പ്രപ്പോസിഷൻസും വരാറുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പങ്ക്ച്വേഷൻ മാർക്സിൽ നിന്നും സാധാരണ ഹയർ സെക്കൻഡറിയിൽ എന്ത് ചെയ്യാറില്ല, ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. ഓക്കെ, ഇവിടെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് മിസ്റ്റേക്ക് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ട് മിസ്റ്റേക്ക് നമുക്ക് ചെയ്തു തരാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് കൃത്യമായിട്ടും എന്തായിരിക്കും സെൻറ്റൻസുകൾ നോർമൽ വേയിലായിരിക്കും തരുന്നുണ്ടാവുക. ശേഷം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതാണ് മിസ്റ്റേക്സ് എന്ന്. അപ്പോൾ എത്ര മിസ്റ്റേക്സ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ മാർക്ക് നോക്കിയാൽ മതി. 4 മാർക്കാണെങ്കിൽ 4 മിസ്റ്റേക്സ് അതിനകത്ത് ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം പോകുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് സാധ്യതയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഈ ഒരു നോർമൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെയാണ്. അതിനകത്ത് കൂടുതലായിട്ട് നമുക്കൊന്നും എന്താ പറയുക, SSLCയിൽ നിന്നും കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. പക്ഷേ അതിനൊരു പാറ്റേൺ മാറി വരാറുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് 2 സെൻറ്റൻസ് എന്നിട്ട് ഒരു സെൻറ്റൻസിനെ മാത്രം റിപ്പോർട്ട് ചെയ്യാനാണ് വരാറ്. പക്ഷേ ഇവിടെ ഒരു സെറ്റ് ഓഫ് കോൺവെർസേഷൻ ഉണ്ടാവും. ആ കോൺവെർസേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാരഗ്രാഫ് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവാറുണ്ട്. ആ റൂൾസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ രാഹുൽ സെഡ് ഐ ആം ടയേർഡ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്. ഓക്കെ, ഇൻവേർട്ടഡ് കോമയിലാണ് ഐ ആം ടയേർഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാഹുൽ സെഡ് ദാറ്റ് ഹി വാസ് ടയേർഡ്, പ്രസൻറ്റ് ഉള്ളതിനെയൊക്കെ പാസ്റ്റ് ടെൻസ് ആക്കി മാറ്റുന്ന ഈ ഒരു രീതി. ഇത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകളെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും, ക്വസ്റ്റ്യൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും, അതുപോലെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് എന്നൊക്കെ പറയുന്ന ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നും, അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. മൂന്നാമത്തത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ സാധാരണ സെൻറ്റൻസുകളൊക്കെ എഴുതാറ് അല്ലേ. എ കാറ്റ് കിൽഡ് എ റാറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ്
SVO പാറ്റേണിലാണ്. ഇതിനെ നേരെ തിരിച്ചെഴുതുക എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവന്നിട്ട് എഴുതുന്ന ഈ രീതി അല്ലേ. എ റാറ്റ് വാസ് കിൽഡ് ബൈ എ കാറ്റ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിൻ്റെ ഫോർമേഷൻ, ഇതാണ് പാസീവ് വോയിസ്. ഇതിലും പറഞ്ഞ പോലെ കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. ഓരോ സെൻറ്റൻസുകളും പ്രസൻറ്റ് ടെൻസിലുള്ളത് എങ്ങനെ എഴുതും, പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ളത് എങ്ങനെ എഴുതും, പാസ്റ്റ് ടെൻസിലുള്ളത് എങ്ങനെ എഴുതും, ഈ ഒരു രീതിയിൽ എല്ലാ ടെൻസുകളും മനസ്സിലാക്കി വെക്കണം. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഇഫ് ക്ലോസ്. നേരത്തെ പഠിച്ചു വെച്ച കാര്യം തന്നെയാണ്. 3 കണ്ടീഷൻസ് ആണ് ഇഫ് ക്ലോസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് ഇഫ് യു കം ടുമോറോ ഐ വിൽ ഗിവ് യു സീറ്റ്സ് എന്ന് പറയുന്ന വേർബ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇഫ് യു കം എന്ന് പറയുമ്പോൾ വേർബ് പ്രസന്റ് ടെൻസ് ആണ്. അപ്പുറത്ത് നമുക്ക് വില്ല്, ക്യാൻ, ഷാൽ, മേ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഇഫ് യു കെയിം എന്ന് പറയുമ്പോൾ വേർബ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പുറത്ത് നമുക്ക് വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് യൂസ് ചെയ്യാം. അതുപോലെ ഇഫ് യു ഹാഡ് കം എന്ന് പറയുന്ന 3ാമത്തെ കണ്ടീഷൻ ആണെങ്കിൽ വുഡ് ഹാവ് അല്ലെങ്കിൽ ഷുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 വരുന്ന ഈ ഒരു പാറ്റേൺ, ഈ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇഫ് ക്ലോസ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇവിടെ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കൊഹസീവ് ഡിവൈസ് ആണ്. കൊഹസീവ് ഡിവൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരു വേർഡായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് അതിനകത്ത് ഓപ്ഷൻസ് ആയിട്ട് കൊഹസീവ് ഡിവൈസസ് ഉണ്ടാവും. ബിക്കോസ്, ദെയർഫോർ, ഹൗഎവർ, ഓൾദോ, മോറോവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്നും നമ്മൾ ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. ഹി വാസ് ഇൽ ഡാഷ് ഹി അറ്റൻഡഡ് ദ എക്സാമിനേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്തൊന്നും നമ്മൾ കണ്ടുപിടിക്കണം ഇതിൽ ഏതായിരിക്കും കൊഹസീവ് ഡിവൈസ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മീനിങ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ടും അറിയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഹൗഎവർ ആണ് ഇവിടെ ഏറ്റവും കറക്റ്റ് അല്ലേ. എന്നിരുന്നാലും അവൻ പരീക്ഷയ്ക്ക് വന്നു, അവൻ അസുഖമായിരുന്നു, എന്നിരുന്നാലും അവൻ പരീക്ഷയ്ക്ക് വന്നു എന്ന് പറയുന്ന ഹൗഎവർ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നത്, അല്ലെങ്കിൽ ആ വേർഡിൻ്റെ മീനിങ് നമുക്ക് അറിയുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ടും ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ 5ാമത് കൊഹസീവ് ഡിവൈസ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കറക്റ്റ് ഫോം ഓഫ് വേർബ് എന്ന് പറയുന്ന ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും. നേരത്തെ നമ്മൾ എഡിറ്റിംഗിൽ പറഞ്ഞ സാധനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതാണ് ഗ്രാമറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഈ ഒരു ഗ്രാമറിൻ്റെ റൂൾസ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ബാക്കിയുള്ള 20 മാർക്ക് ഗ്രാമറിന് വരികയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള 60 മാർക്കിൽ നിങ്ങൾക്ക് എഴുതാനുള്ള ആ ഒരു കറക്റ്റ് ഫോം എവിടെ കിട്ടും? ഈ പറയുന്ന ഗ്രാമറിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് മനസ്സിലാക്കിയാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ് ഓൾറെഡി ദ ട്രെയിൻ ഹാഡ് ഗോൺ എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നത്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്നും അതുപോലെ തന്നെ നേരത്തെ റീച്ച്ഡ് എന്ന് ഉപയോഗിച്ചതുകൊണ്ട് നമ്മളിവിടെ ഹാഡ് ചേർക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതിന് നമ്മൾ കൃത്യമായിട്ടും ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ടെൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. കാരണം കറക്റ്റ് ഫോം ഓഫ് വേർബ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. സോ ഈ 6 എണ്ണം പഠിച്ചതുകൊണ്ട് എല്ലാം വരണമെന്നില്ല, പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് പഠിക്കുന്നതുകൊണ്ട്, ഇതിൻ്റെ റൂൾസ് മനസ്സിലാക്കി വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും വരാനില്ല. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന വലിയ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ 2.5 പേജ് എഴുതേണ്ട 8 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 7 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ ഈ പറയുന്ന ഗ്രാമർ നിങ്ങളെ സഹായിക്കും. സോ ഈ ഒരു ടോപ്പിക്കുകൾ മറക്കാതിരിക്കുക, അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.